ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് എത്ര വലിയൊരു സിറ്റുവേഷൻ ജാസിനെ കൂടുന്നു. അങ്ങനെ ജാസിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജാസി എന്നെ വന്ന് അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല. ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്കൊന്നുള്ളൂ. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള കപ്പിൾസാണ് ജാസിയും ആഷയും. ട്രാൻസ്ജെൻഡറായ ജാസിക്ക് നിരവധി ആരാധകരും നിരവധി ഫോളോവേഴ്സുമാണ് ഇവരുടെ റീൽസിനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂക്കുമുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ആഷയുടെ ഉമ്മ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. തൻ്റെ മകനെ ജാസി പിടിച്ചു വച്ചിരിക്കുകയാണ്, തൻ്റെ മകനെ ജാസി ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ജാസിക്കും ആഷിക്കും ചില മറുപടിയുണ്ട് പറയാൻ. അതുകൂടി നമുക്ക് കേട്ടു നോക്കാം. ഇവരുടെ ചെലവിന് കഴിയുന്ന ഓരോ യൂട്യൂബർമാർ പറയുന്നത് ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്കൊന്നുള്ളൂ. എന്തിനു സപ്പോർട്ട് ചെയ്യുന്നത്? നാം 70 ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടായിക്കൊണ്ട് എന്തിനു ഇവരെ അവരെ സ്വീകരിക്കുന്നത്? ആട്ടിവിടണം. അതേസമയം ജാസി ഇവർക്ക് കയറുന്ന ചോരും പെട്ടോണ്ടടിക്കും. ഞാൻ കേട്ടില്ല. ഇവരുടെ അമ്മ എന്തിനു കേട്ടണത്? അതിനെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ടാണ്. ഈ മക്ക് കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നത് ഈ ചെക്കൻ്റെ ഒന്ന് വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണെന്നാ അപ്പൊ പെണ്ണല്ല അടികട്ടവൻ കൊല്ല ഞാനാണ് കുടുംബത്തോടെ അനാവശ്യം പറയും. എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ എന്തെല്ലാം അനാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടാ. ആ മെസ്സേജ് അവ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മുമ്പ് കേട്ടിട്ടേക്ക് എന്നോട് പറയാൻ എന്റെ മണിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വയം കൊടുക്കും നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മൊയിലെടുത്ത് കൊല്ലാത്തതും പോലെ പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട്. ഒരു നേരം നമസ്കാരപ്പായി. ഏതായാലും ആഷയുടെ ഉമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിനൊക്കെ മുമ്പേ ആയിട്ട് ആഷ തന്നെ ഒരിക്കൽ നേരിട്ട് വന്നുകൊണ്ട് പറയുകയുണ്ടായി, ജാസിയുടെ കൂടെയുള്ള ജീവിതം ഒരു ജീവിതമല്ല, ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, എന്നെ അവർ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നന്ദിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നെ സഹായിക്കാൻ വന്നതാണ്, അവളെയും ജാസി പലതും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജാസിയുടെ പല ഇൻ്റർവ്യൂകളിലും ഈ പെൺകുട്ടിയെ പേര് പരാമർശിക്കുകയും താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ പെൺകുട്ടിയെയാണെന്നും ജാസി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ജാസിയും ആഷയും രംഗത്ത് വന്നുകൊണ്ട് ഉമ്മയുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെയായിട്ട് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് കേട്ടു നോക്കാം. ഇത്രയും കാലമുണ്ടായ ഇൻ്റർവ്യൂവിലൊന്നും തന്നെ ആഷി വാ തുറന്ന് സംസാരിക്കാറില്ല. കാരണം ആഷിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പറയുന്നതോ ഓപ്പൺ ആവുന്നതോ ഒന്നും ഇഷ്ടമില്ലായിരുന്നു എന്നാണ് ആഷി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ജാസിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ജാസിയെ തനിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന കാര്യം കൂടി ആഷി പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു പ്രസ്താവന നമുക്ക് കണ്ടു നോക്കാം. അതില് ആ വോയിസ് ഞാൻ ഫുള്ളായി കേട്ട്. അതില് എത്ര 4 പാർട്ടോ 3 പാർട്ടോ ഉണ്ട്. അതില് ഞാൻ സത്യം പറഞ്ഞാൽ അതിന്റെ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നാണ്. പിന്നെ കുറെ സോഷ്യൽ മീഡിയ ആങ്ങളമാരും അമ്മായിമാരും എടുത്തിട്ട് അത് വളച്ചിരിക്കാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോഴും ഓൺ വോയിസ് ചെയ്യാനൊരു പണിയുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓൺ വോയിസ് സംസാരിക്കാത്ത, ഒരു ഇന്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാസിയാരും കൂടുതൽ സംസാരിക്കും. പക്ഷെ ഇതിന് ഞാൻ സംസാരിക്കാം എന്നാലാണ് ക്ലിയർ ആവുന്നുള്ള സംഭവം പറയുന്നത്. ആ വോയിസിൽ ഞാൻ വന്നിട്ട് 10 മാസമായി ഇതുവരായിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് അതിന്റെ 10 മാസമായി. നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 10 മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല. എനിക്ക് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും പണ്ട് എനിക്ക് 6 വർഷം ശേഷം നാട്ടിലേക്ക് പോയി ഞാൻ വരുന്നത്. പണ്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നാട്ടില്. അതുപോലെ ഒരു ഗ്യാങ് മെമ്പേഴ്സ് നല്ല മെമ്പേഴ്സ് പൊളിയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോ ഈ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെ അല്ല പെരുമാറുന്നതും കാര്യങ്ങളും. പിന്നെ ഞാൻ ആപ്പാടെ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ സംഭവം വന്നപ്പോൾ ഞാൻ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ആഷി പറഞ്ഞു വെക്കുന്നത്, താൻ ദുബായിൽ പോയി തിരിച്ച് വന്നപ്പോഴേക്കും തൻ്റെ നാട്ടുകാരും അതുപോലെ തൻ്റെ സുഹൃത്തുക്കളും ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഒറ്റപ്പെടുത്തി. തൻ്റെ വീട്ടുകാരെ പോലും തന്നോട് മിണ്ടാതായി എന്നുള്ളതാണ്. താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് നാട്ടിലേക്ക് പോവാത്തത് എന്ന കാര്യമാണ് ആഷി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ജാസി എന്നുള്ള റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെ എല്ലാവരും ഇങ്ങനെ വെറുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. എന്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷൻ ജാസിനെ എന്റെ കൂടെ നിന്ന് അതുകൊണ്ട് എന്റെ മരിക്കണം എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് എനിക്ക് ജാസി എന്നെ വന്ന്. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവർ ആയിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിന്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറെ വോയിസിൽ വളച്ചോടിക്കുന്നുണ്ട്. അതിപ്പോ ഏത് പറ്റുമ്പോഴെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം. ഞാൻ ലാസ്റ്റ് ആ വോയിസ് കേട്ടപ്പോ എന്റെ ഉമ്മാക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് നീ എല്ലാം ഇട്ടിട്ട് വാ, എന്നാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ പിന്നെ എനിക്ക് പറയാൻ ആശി തൻ്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. തന്നെ ജാസി പിടിച്ചു വെച്ചിട്ടില്ല, ഞങ്ങൾ നല്ല സ്നേഹത്തോടെയാണ് പോകുന്നത്, എനിക്ക് ആരുമില്ലാത്ത സമയത്ത് ജാസി മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മരിക്കാൻ നിന്ന സമയത്ത് ജാസി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായ സമയത്ത് ഈ ആശി തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, തന്നെ ഉപദ്രവിച്ചു, തന്നെ ഇടിച്ചു, മുഖത്ത് കുറേ പാടുകളൊക്കെ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ജാസി ടോക്സിക്കാണ്, അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നിരുന്നു. അതിൻ്റെ ഭാഗം കൂടി നമുക്ക് കേട്ടു നോക്കാം. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു വേണ്ടി നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ടാൽ ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം, അറിയാലോ. ഞാൻ കൂടുതൽ വർഷം മുന്നേ ആശി രംഗത്ത് വന്നുകൊണ്ട് ജാസിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളാണിത്. തങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ള ലൈഫാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്ന ആശി തന്നെയാണ് ഇപ്പോൾ തൻ്റെ ഉമ്മ പറഞ്ഞതിന് എതിരെയായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഞാനാണ് എടുക്കില്ല. പിന്നെ ഞാൻ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. എന്താ വെച്ചാൽ ഞാൻ കാരണം കൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. പിന്നെ പൈസ ഞാൻ അയക്കില്ല. എന്റെ ഫസ്റ്റ് കാക അറിയാതെ നമുക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട്. അതിന്റെ റെസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണും, പക്ഷെ ബോധിപ്പിക്കുന്നില്ല. ഞാൻ ചെയ്ത് എനിക്ക് മാത്രമല്ല, പെരുന്നാളിന് പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ കാശ് അയച്ചു, അതേപോലെ ആശ വീട്ടിലേക്കും ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വളരെ ചീപ്പുള്ള കാര്യം. ആശയും ജാസിയും പറഞ്ഞു വെക്കുന്നത് ഉമ്മ പറഞ്ഞത് എല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. ഉമ്മ പറഞ്ഞിരുന്നു തൻ്റെ മകൻ തന്നെ കാണാൻ വന്നിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് ചിലവിന് പണം നൽകുന്നു പോലുമില്ല എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചിലവിനുള്ള പണം നൽകാറുണ്ട്, ഈ അടുത്ത പെരുന്നാളിന് പോലും തങ്ങൾ പൈസ അയച്ചതിനുള്ള തെളിവുണ്ട്. മാത്രമല്ല അവരെ ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഉമ്മ ഫോൺ എടുക്കാറില്ല, മറ്റുള്ളവരെ വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തങ്ങൾ നല്ല രീതിയിൽ സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ മോശം ഒരു ഘട്ടത്തിൽ എൻ്റെ കൂടെ ജാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കൂടി ആശി പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഒരു സ്നേഹബന്ധം നല്ലതാണെങ്കിൽ അത് മുന്നോട്ട് പോകട്ടെ, അവരുടെ ഇഷ്ടമാണ്, വ്യക്തികളുടെ താല്പര്യം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ആരെങ്കിലും ഭയന്നുകൊണ്ടുള്ള ഒരു റിലേഷനാണ് ഇത് എന്നുണ്ടെങ്കിൽ അധിക കാലം പോവില്ല എന്നുള്ളതുമാണ്. എന്നാൽ ഇവരുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാലം അത് മുന്നോട്ട് പോയത് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്